അപ്പം പച്ചക്കറികളിലെ മെയിൻ താരമായിട്ട് ഉള്ള ഒരു സംഭവമാണ് നമ്മുടെ കോവൽ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ വീട്ടിലും ഒരു കോവൽ നട്ടുപിടിപ്പിക്കുക എന്നുണ്ടെങ്കിൽ ഷുഗറുകാർക്കൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പോൾ എല്ലാവരും അത് നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കോവലിനെ കുറിച്ചുള്ളതായൊരു വീഡിയോ ആണ്. അപ്പം കോവൽ നമ്മുടെ വീട്ടിൽ എന്തായാലും ഒരു മൂടെങ്കിലും നമ്മൾ നട്ടുപിടിപ്പിക്കാം. അപ്പം അത് നട്ടുപിടിപ്പിച്ചേക്കുന്നതിന് വളം കൊടുക്കുന്നതും പുതുതായിട്ട് ഒരെണ്ണം നമ്മൾ നടുന്നതും അതിനുള്ള വളപ്രയോഗം ഒക്കെയാണെന്ന് കാണിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ എനിക്കിപ്പം 2 കോവൽ കമ്പുകളേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ അത് നന്നായിട്ട് ഇങ്ങനെ പടർന്ന് കയറിയിട്ട് ഇഷ്ടംപോലെ കായൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. അപ്പം അത് നമുക്ക് കുറച്ച് ആദ്യമായിട്ട് വിളവെടുക്കാം. അപ്പം നമ്മുടെ പറമ്പിലോട്ടൊക്കെ വരുമ്പോൾ ഈ പിഞ്ചൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ട് പറിച്ച് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ഈ പഴുക്കുന്നത് വരെ അങ്ങ് നമ്മൾ നിർത്തിയേക്കരുത്. ഇന്ന് പറിച്ചാൽ പിന്നെ നമുക്ക് ഒരു 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും പറിക്കാം. പഴുത്തത് നമ്മൾ തോരൻ വെച്ചാലും നമ്മളങ്ങ് വെറുക്കും, അതുപോലെ മെഴുക്ക് പുരട്ടിയാലും വെറുക്കും, പിന്നെ ആർക്കും കഴിക്കാൻ പോലും തോന്നത്തില്ല. അതുകൊണ്ട് ഒരു പരുവമുണ്ട്, ആ പരുവത്തിന് തന്നെ പറിച്ചിട്ട് നമ്മൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം പറമ്പിലോട്ടൊക്കെ വരുമ്പം 2 3 എണ്ണമൊക്കെ നമ്മൾ പിച്ചി ഇങ്ങനെ പച്ചയ്ക്ക് ഒന്ന് തുടച്ചിട്ടങ്ങ് കഴിച്ചാലും ഏറ്റവും നല്ലതായിട്ടോ. ഷുഗറുകാർക്കൊക്കെ ഏറ്റവും നല്ലതാണ്. അതിൻ്റെ ഒരു കറയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഏറ്റവും നല്ല ഇൻസുലിന് പകരം ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ കോവയ്ക്ക എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇലയും തോരൻ വയ്ക്കും. അപ്പോൾ ഈ കോവയ്ക്ക വെച്ചിട്ട് ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ ഉണക്കി നമുക്ക് കൊണ്ടാട്ടം മാതിരി വയ്ക്കാം. അതേപോലെ തന്നെ അച്ചാറിട്ട് വയ്ക്കാം. അച്ചാറിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം പറിച്ച് തീരുന്നത് വരെ നിങ്ങളൊന്നും വെയിറ്റ് ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾ പറയും ഒരുപാട് സമയം എടുക്കുന്നതൊക്കെ. അപ്പം ഞാൻ ഇതെല്ലാം പറിച്ചെടുക്കട്ടെ, എന്നിട്ട് കാണിക്കാം. അപ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെ മാല കോർത്തതുപോലെ ഉണ്ടോ, മുത്തുമണികൾ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ മുറം നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒളിച്ചൊളിച്ച് നിൽക്കും. ഇതാണ് കോവലിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. നമ്മളെപ്പം വന്ന് നോക്കിയാലും നമുക്ക് കിട്ടുകയും ചെയ്യും. ഇലയുടെയൊക്കെ മറവിലിങ്ങനെ ഒളിച്ചും പാത്ത് നിൽക്കും. അപ്പം നമ്മൾ പറിച്ച് വരുന്തോറും ഇഷ്ടം പോലെ അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ നിൽപ്പുണ്ട്. നമ്മൾ ഇതേ തന്നെയാണ് നമ്മൾ കമ്പ് വെട്ടി കൊടുത്തിട്ടുണ്ട് കുറേ പേർക്ക്. അപ്പോൾ അതിൻ്റെ അഭിപ്രായം കൂടെ പറയണം. നമ്മുടെ ഇന്ന് കോവൽ തണ്ട് വാങ്ങിച്ചിട്ട് നട്ടുപിടിപ്പിച്ച് അതിനകത്തുനിന്ന് കായൊക്കെ പിച്ചുന്നുണ്ടോ, വളർന്നിട്ടുണ്ടോ, എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം കൂടെയൊക്കെ പറയണം കേട്ടോ. എനിക്കിപ്പോഴും ഇതിൽ നിന്നാണ്ട് ഇപ്പോഴും ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുക. ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. ഇതാണ്ട എങ്ങോട്ട് നോക്കിയാലും ഇങ്ങനെ ഒളിച്ചൊളിച്ച് നിൽപ്പുണ്ട്. ഇപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള കോവയ്ക്കയായി. ഇനി ഒന്നും കൂടെ റൗണ്ട് അടിക്കാമെങ്കിൽ ഇനിയും കിട്ടും ഇതേപോലെ. അപ്പോൾ നല്ലൊരു പന്തലൊക്കെ ഒരുക്കിയിട്ട് നമ്മൾ കമ്പി തൂണ് വെച്ചിട്ടാണ് ഇത് നമ്മൾ പന്തൽ കെട്ടിയേക്കുന്നത്. പിന്നെ നമ്മുടെ നീല നെറ്റ് വാങ്ങിച്ചിട്ട് 2 വശത്തോട്ടും കവർ ചെയ്തിട്ട് ഒരു പന്തലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് അങ്ങ് പടർന്ന് കയറി പോയിക്കോളും. അപ്പം നമ്മുടെ ഈ പന്തലിനകത്തോട്ട് ഒരു കുമ്പളത്തെയും കൂടെ കയറ്റി ഇങ്ങനെ വിട്ടേക്കാണ്. അപ്പോൾ അതും കൂടെ അതിനകത്ത് അങ്ങ് പടരട്ടെ എന്ന് കരുതി. അപ്പോൾ എല്ലാത്തിനും ഇപ്പോൾ ഓരോന്നിനും നമുക്കിപ്പം പന്തൽ കെട്ടി കൊടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ എല്ലാവരും കൂടെ അതിനകത്ത് അങ്ങ് വളരട്ടെ. കുമ്പളങ്ങയും കോവലും എല്ലാം കൂടെ അങ്ങ് വളരട്ടെ എന്ന് കരുതി. ഇനി ഇവിടെയൊക്കെ നിൽപ്പുണ്ട് കോവയ്ക്ക. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് മാന്തിട്ട് നമുക്കതിന് വളം ഇട്ട് കൊടുക്കാം. എന്തൊക്കെ വളമൊക്കെ ആണെന്ന് നോക്കാം. ആദ്യം അതിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന പുല്ലൊക്കെ മാറ്റണം, എന്നിട്ട് നല്ലൊരു തടവെടുക്കണം, എന്നിട്ട് വേണം നമുക്ക് വളമൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഉണ്ടല്ലോ, നമ്മൾ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ചുവട്ടിലുള്ളതായ കാടെല്ലാം അങ്ങോട്ട് പറിച്ച് മാറ്റണം. അപ്പം മഴ പരുവൊക്കെ ആണല്ലോ, അപ്പം നന്നായിട്ട് കാടൊക്കെ പിടിച്ചിങ്ങനെ കിടക്കും. അപ്പം നമ്മൾ കോവയ്ക്കൊക്കെ പറിക്കാൻ വരുമ്പം ചിലപ്പം വീരപ്പന്മാരൊക്കെ അവിടെയൊക്കെ കാണും. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ പച്ചക്കറികളുടെ ഇടയൊക്കെ വൃത്തിയായിട്ട് ഇട്ടേക്കണം. അപ്പോൾ ഇവിടെ ഇടയ്ക്കൊക്കെ നമ്മൾ പുല്ല് പറിക്കുന്നത് കൊണ്ട് വലുതായിട്ടില്ല. നമ്മുടെ കോഴിക്കും കൊടുക്കാം. അങ്ങനെ ഉപയോഗങ്ങൾ പലതാണ് കേട്ടോ. പുല്ലുണ്ടെങ്കിലും അതെല്ലാം പറിച്ചിട്ട് ഇനി അതിൻ്റെ ചുവടൊക്കെ ഒന്ന് എടുക്കണം. നമ്മുടെ കോവലിൻ്റെ അടിഭാഗം കണ്ടോ, ഇത്രയും കനമായിരുന്നു. ഈ കനത്തിൽ നിന്നാണ് നമ്മൾ
കമ്പുകളൊക്കെ വെട്ടിയൊക്കെ കൊടുത്തത്. പിന്നെ പ്രൂൺ ചെയ്ത് നിർത്തിയപ്പം പുതിയ കമ്പ് വന്നതാണ്. ഇതിപ്പം 1 വർഷം കഴിഞ്ഞ കമ്പാണ് കേട്ടോ. ഇനി ഇപ്പോഴെങ്ങും വെട്ടാറായിട്ടില്ല. ആരും കോവൽത്തണ്ട് ഇപ്പോഴെങ്ങും ചോദിച്ചേക്കരുതേ. അപ്പം ഇനി ഇതിൻ്റെ ചുറ്റിനും ഉള്ളതായ മണ്ണൊന്ന് മാറ്റിയിട്ട് നമ്മളൊരു വളം കൊടുക്കാൻ പോവുകയാണ്. ഇതാണ് രണ്ടാമത്തെ കോവൽ. രണ്ടാമത്തെ കോവലിൻ്റെ ചുവടും നല്ല കനത്തിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചുവട്ടിലോട്ട് ഒരു തക്കാളി വഴുതന, അതേപോലെ തന്നെ തക്കാളിയൊക്കെ കിളിച്ച് വന്നിട്ടുണ്ട്. അപ്പം അതിനെയൊന്നും പോക്കുന്നില്ല. അവരും കൂടെ അവിടെ നിന്ന് അങ്ങ് വളർന്നോട്ടെ. തന്നെ കിളിച്ച് വന്നതാണ്. അപ്പം അങ്ങനെ തന്നെ കിളിച്ച് വരുന്നവർ ചിലപ്പം നല്ല ആരോഗ്യത്തോടെ വളർന്നു വരും. അപ്പം ഒരുപാട് ആഴത്തിലൊന്നും നമ്മളിപ്പം മണ്ണൊന്നും മാറ്റേണ്ട കാര്യമില്ല. അപ്പം നല്ല മഴപ്പരുവൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ഒന്ന് തോണ്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പം അതിനകത്തോട്ട് നമ്മൾ ആദ്യം കൊടുക്കുന്നത് കോഴിവളമാണ്. അപ്പം ഞാൻ ഇവിടെ ഇപ്പം കോഴിവളം ഇട്ടത് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കോഴിയുണ്ട്, അതുകൊണ്ടാണ്. തന്നെയല്ല ഈ മഴയത്ത് കോഴിവളം ഇട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കോവയ്ക്ക ഉണ്ടായിക്കോളും കേട്ടോ. പിന്നെ നിങ്ങളുടെ കൈവശം കോഴിവളം ഇല്ലയെന്നുണ്ടെങ്കിൽ ആട്ടും കാഷ്ടമോ കമ്പോസ്റ്റോ ചാണകമോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ കുറച്ച് ചാരം, പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. അതും അങ്ങോട്ട് 4 ചുറ്റിനും ഇട്ട് കൊടുക്കുക. പിന്നെ എല്ലുപൊടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പം തൽക്കാലം എൻ്റെ കയ്യിൽ എല്ലുപൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. അതുപോലെ തന്നെ വേപ്പധിഷ്ഠിതമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേപ്പ് പിണ്ണാക്കോ സൂപ്പർ മീൽ അങ്ങനെയൊക്കെ ഉള്ളത് ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് വേപ്പ ഇല ഉണ്ടായതുകൊണ്ട് അതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ശീമൊക്കൊന്നയുടെ ഇല ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മണ്ണ് അടുപ്പിച്ച് കൊടുത്തേക്കുക. ചാണകം ഉണ്ടെങ്കിൽ ചാണകവും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ ചുവട്ടിലോട്ട് നമുക്ക് മണ്ണ് അടുപ്പിച്ചങ്ങോട്ട് കൊടുത്തേക്കാം. കരിയില എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം കോവലിന് ഇതേപോലെ അങ്ങോട്ട് മണ്ണ് കയറ്റിയൊക്കെ അങ്ങോട്ട് കൊടുക്കുക. ഇഷ്ടംപോലെ തളിർപ്പുകളൊക്കെ അങ്ങ് പൊട്ടിക്കോളും. അപ്പം വീട്ടിൽ കോവലൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ അങ്ങോട്ട് മണ്ണൊക്കെ അടുപ്പിച്ച് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്കൊക്കെ 1-2 എണ്ണത്തിൻ്റെയൊക്കെ പണിയൊക്കെ നമ്മൾ സ്വന്തമായിട്ട് പെണ്ണുങ്ങൾ തന്നെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. കൂടുതലങ്ങ് ചെയ്യാമായിരുന്നാണ്. ഓക്കെ. പിന്നെ ഈ സമയത്തൊക്കെ പ്രൂൺ ചെയ്യാനൊക്കെ ഏറ്റവും നല്ലതാണ്. വള്ളികളൊക്കെ നിലത്ത് പടർന്നു പോകാതെ പന്തലിലോട്ടൊക്കെ കയറ്റി വിടുക. ഇഷ്ടം പോലെ കായൊക്കെ പിടിച്ചോളും. കിളച്ചപ്പോഴത്തേക്ക് അണയ്ക്കുന്നു. പിന്നെന്താ പറയാനുള്ളത്? പിന്നെ ചിലർക്കൊക്കെ ഉണ്ട് ഇതിൻ്റെ കായകളൊക്കെ കേടായി പോകുന്നെന്നുള്ളത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് പുക ഒളിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പം നമ്മൾ ഒരു കോവലിൻ്റെ കമ്പ് നടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചൂണ്ടുവിരലിൻ്റെ കനമെങ്കിലും ഉള്ളതായ ഒരു കമ്പെടുക്കണം. ഒരു മുട്ട എന്തായാലും ഇങ്ങനെ നമുക്ക് നടുക്കുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് വീണ്ടും തളിർപ്പുകൾ വരത്തുള്ളൂ. അപ്പോൾ അതിനെ നമുക്ക് ഷേപ്പിൽ നമുക്ക് കുഴിച്ച് വെക്കാം. കണ്ടോ, ഇങ്ങനെ കുഴിച്ച് വെക്കാം. ഇതെല്ലാം ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ള വീഡിയോകളാണ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ ഇതിനെ എടുത്തിട്ട് നമുക്ക് ഇവിടെ അതിൻ്റെ കട്ട് ചെയ്യുന്ന ഭാഗത്ത് വെച്ചിട്ട് നേരെ കുഴിച്ചിടാം. ഇങ്ങനെ അമർത്തി വെച്ചിരുന്നാൽ മതി. ഇതും അല്ല എന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് കിടത്തിക്കൊണ്ട് ഈ സൈഡും അങ്ങോട്ട് മണ്ണടുപ്പിച്ച് ഇങ്ങനെ കൊടുത്തിരുന്നാൽ അങ്ങനെ കിളിച്ച് വന്നോളും. അപ്പോൾ ഈ 3 രീതിയിൽ നമുക്ക് കോവൽ നടാവുന്നതാണ്. അപ്പോൾ നല്ല തടമൊക്കെ ഒരുക്കിയതിന് ശേഷം കോവൽ കമ്പ് നടാനായിട്ടും കൂടെ ശ്രമിക്കും. അപ്പോൾ നമ്മൾ ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ഒരു കോവൽ കമ്പൊക്കെ കുഴിച്ചിടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കോവയ്ക്കൊക്കെ പറിച്ചെടുക്കാനായിട്ട് സാധിക്കും. എന്തിനും നമുക്ക് എന്തോ വേണം, ഒരു ക്ഷമ വേണം, ആ കൃഷിയോട് ഒരു താല്പര്യം വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ഏത് കാര്യത്തിലും വിജയത്തിലെത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ കോവലിൻ്റെ കൃഷി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതേപോലെയൊക്കെ കൃഷിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. വിത്തുകൾ ഗ്രോബാഗുകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ എല്ലാ പച്ചക്കറി വിത്തുകളും അതേപോലെ തന്നെ ഗ്രോബാഗ്, മഞ്ഞൾപ്പൊടി, പൊന്നാങ്കണ്ണി ചീര ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.